ഹായ് പറയാം. ഹായ്. ഞങ്ങളൊരു കുട്ടി ഷോപ്പിങ്ങിന് പോകാൻ പോകട്ടോ. എന്താ കാര്യം എന്നൊക്കെ വഴിയെ പറയാട്ടോ. ഞന്നൂസ് ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേവൂട്ട് റെഡി ആയിട്ട് കുറേ നേരമായി. ആള് ഷെയ്മൊക്കെ കെട്ടിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഞന്നൂസ് റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ നല്ല സുന്ദരിയായിട്ടില്ലേ? ഞങ്ങളുടെ കൂടെ ആദോസ് ഇല്ല കേട്ടോ. ആദോസ് ഇന്ന് നേരത്തെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നേ. അത് കാരണം ആദോസിന് വരാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പോണ കാര്യം ആദോസിനോട് പറയാൻ പോയില്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. പക്ഷെ ഡാൻസ് ക്ലാസ്സിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കേട്ടോ ഞങ്ങൾ കൂടെ കൂട്ടാത്തത്. എല്ലാ തവണയും നന്നൂസിന്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് റെഡിമെയ്ഡ് എടുക്കലാട്ടോ പതിവ്. ഇപ്രാവശ്യം എന്നാ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങള് പള്ളുരുത്തി വേലിയിലുള്ള രഞ്ജിത്ത് ലാലിൽ വന്നുട്ടാ. ഇവിടെ ഒരുപാട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തുണിയൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ അത് നോക്കാനായിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് കൺഫ്യൂഷൻ ആയിട്ടോ മൊത്തത്തില്. ഒരുപാട് ടൈപ്പ് വെറൈറ്റി തുണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ ഉണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് ഇണക്കത്തിന് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ തോപ്പുംപടി പോവാണേ. തോപ്പുംപടിയിലുള്ള പരാഗിലാട്ടോ പോകുന്നത്. ഈ ഒരു ഷോപ്പ് എറണാകുളത്ത് മാത്രമായിട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പൊ ദേ പുതിയതായിട്ട് തോപ്പുംപടിയിലും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ആദൂസിന് വിഷുവിന് ഞങ്ങൾ അവിടെ നിന്നാട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയൊക്കെ എടുത്തത്. നമ്മളെ മനസ്സിൽ എന്ത് കളർ ഉദ്ദേശിച്ചാലും അതിനും അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ടാവും കേട്ടോ. ഫൈനലി ഞങ്ങളിതേ ഈ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ചേട്ടൻ വണ്ടി പറിക്കാൻ വേണ്ടി പോയിരിക്കും കേട്ടോ. ഞാനെന്തേ നാത്തനും കൂടെ കടയിലോട്ട് കയറിയേ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ ടൈമിലാട്ടോ ഇവിടെ വന്നത്. അപ്പോൾ ദേ ഓരോ തുണിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നൂസിന് ഇല്ലാത്ത കളർ നോക്കിയാട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി വേഗം എടുത്ത് ഞങ്ങൾ ദേ ഈ കടന്ന് ഇറങ്ങും കേട്ടോ. ദേവൂട്ടിന് മതിയായിട്ട് നല്ല കരച്ചിലായിരുന്നേ. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇത്രയും സംതൃപ്തിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഞങ്ങളിപ്പോൾ എടുത്ത മെറ്റീരിയൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നന്നൂസിന്റെ ഡ്രസ്സ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർത്ത്ഡേ വ്ലോഗ് ഇടാം കേട്ടോ. അപ്പം എല്ലാവരും കാണണേ. ബ്ലൗസിലാണെങ്കിൽ വലിയ വർക്കൊന്നുമില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും ചെറുതായിട്ട് അതിൽ പിടിപ്പിക്കാനായിട്ട് മുത്തോ ബീഡ്സോ എല്ലാം ഒന്നാണല്ലേ, അതെന്തെങ്കിലും മേടിക്കാന്ന് ഓർത്ത് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി അതും മേടിച്ചു കേട്ടോ. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.